ഷമ്മാശനിയും ഉയർന്ന ഈ സഭയുടെ ഏറ്റവും മഹോന്നതമായ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടാലും അടിസ്ഥാനപരമായി ലഭിക്കുന്നതായ ഈ കൈവയ്പ് അതേത് പദവിയാ? ശുശ്രൂഷയ്ക്കായിട്ടുള്ള ദൈവവിളി. അത് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആ ശമ്മാശ വസ്ത്രം ഉപയോഗിക്കുന്നത് തന്നെ ഞാനും ഉപയോഗിക്കുന്നുണ്ട്. അരകട്ടിയാണ് ശുശ്രൂഷ ഈ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി ഇതൊരു ബേസ്, ദ ഫൗണ്ടേഷൻ, and all the other orders are built on this foundation, which reminds us that basically we are called to be the ministers, the servants of the master. ദൈവത്തെ ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം സ്തുതിക്കണം, ആരാധിക്കണം. മഹത്വമേറിയതായ ഒരു സ്ഥാനം ബലഹീനരായ ഞങ്ങൾക്കും നിങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്നു. എന്താണത്? ദൈവജനത്തിൻ്റെ ചരിത്രം ആരംഭിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ പരിപാലിക്കുവാൻ ദൈവജനത്തിൻ്റെ ഇടയിൽ നിന്ന് ദൈവം ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കുന്നു. അതങ്ങനെ ചരിത്രത്തിൽ മുന്നേറുകയാണ്, വിവിധ ഭാവത്തിൽ, രൂപത്തിൽ. നമ്മുടെ കർത്താവായ യേശു മിശിഹ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ലോകരക്ഷകനായ ഈ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാന കാരണമായ കർത്താവായ യേശു മിശിഹ തമ്പുരാൻ താൻ സ്നേഹിച്ച, താൻ തൻ്റെ പ്രാണൻ കൊടുത്ത് സമ്പാദിച്ച ആടുകളെ, ദൈവജനത്തെ പരിപാലിക്കുവാനും കുറവുള്ളവരായ, കുറ്റമുള്ളവരായ, ബലഹീനതകളുള്ളവരായ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുത്ത് ആത്മനൽവരം നൽകി അവരെ ഒരുക്കി. ഇത് നന്നായി നാം തിരിച്ചറിയണം. സോ ഫ്രം ദ ബിഗിനിങ് ടിൽ ടുഡേ God has chosen human beings with limitations, frailties and pitfalls to be the servants of God, to minister to the needs of the people of God from time to time. അല്ലേ? ഇത് എല്ലാവർക്കും ഇല്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇല്ല. തൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കൾ, ദൈവമക്കളെ ശുശ്രൂഷിക്കേണ്ടതിന് അങ്ങനെയുള്ളവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആത്മമാരി നൽകി അവരെ ശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് പൂർണ്ണ മനുഷ്യരാക്കി ദൈവികം നൽകി അവരെ കാലാകാലങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരായ വൈദികർ ഇവിടെ വന്നവരും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള സഭാസ്ഥാനികളായ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നവർ. ഇതിന് നമ്മൾ നമ്മുടെ ജീവിതം മുഴുവനായും ദൈവത്തിന് കാഴ്ചയായി സമർപ്പിച്ചാലും മതിയാകുകയില്ല. ഇതൊരു വലിയ സൗഭാഗ്യ അവസ്ഥയാണ്. ഇതൊരു വലിയ പദവിയാണ്. ഇതൊരു വലിയ ചുമതലയാണ്. അത് പൂർണ്ണതയിൽ മനസ്സിലാക്കി പൂർണ്ണ ഗൗരവത്തോടും പൂർണ്ണ അർത്ഥത്തിലും നിർവഹിക്കുവാൻ ഇന്ന് ലഭിക്കുന്ന കൃപാവരങ്ങൾ കൂടുതൽ കൂടുതൽ കൃപാചാലുകളിലേക്ക് ഈ സഹോദരനെ നമ്മുടെ പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും കവിഞ്ഞൊഴുകുന്ന അനുപമമായ സ്നേഹത്താലും വരും ദിനങ്ങളിലും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നാഗപ്പൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ഈ പട്ടം ലഭിച്ചതിന് ശേഷം വീണ്ടും പഠനം 1 വർഷം കൂടെ തുടരും. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അഭ്യസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ
ഷമ്മാസിന് വേണ്ടി എല്ലാവരും ആ തരത്തിൽ തന്നെ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഷമ്മാസിൻ്റെ കുടുംബം ഈ ഇടവകയിലായതുകൊണ്ട് അവരെ എല്ലാവരെയും നിങ്ങൾക്ക് അറിയാം. ഷമ്മാസിനോട് ഈ ഇടവകയിലെ പ്രിയപ്പെട്ടവർ ക്രിസ്തുവിനെ മുൻനിർത്തി ചോദിക്കണം, ഷമ്മാസിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന്. ഷമ്മാസൻ പറയേണ്ടത് പ്രാർത്ഥന ആവശ്യമുണ്ട്. എന്തെങ്കിലും അതവർക്ക് ദൈവാത്മാവ് കൊടുക്കുന്നതനുസരിച്ച് അവർ ചെയ്യട്ടെ. വീണ്ടും നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യവും പറയും പ്രാർത്ഥന ആവശ്യമുണ്ട്. അല്ല ഷമ്മാശ എന്തെങ്കിലും, അന്നൊരു നമ്മൾ പറയും എന്ത്, പ്രാർത്ഥന ആവശ്യമുണ്ട്. പ്രാർത്ഥനയിൽ ദൈവാത്മാവ് നമുക്ക് നൽകുന്നതായ ഉൾവെളിച്ചവും ഉൾവിളിയുടെ ആ ഒരു ഭാഗ്യമായ നിദർശനവും അവർ തിരിച്ചറിയുമ്പോൾ അനേകർ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കരുതും. അങ്ങനെ കരുതാൻ ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവർക്കും കടമയുണ്ടെന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം മുൻനിർത്തി ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഏതാനും ചില കാര്യങ്ങൾ എബിനും കൂടെയുള്ളവരും തിരിച്ചറിയുക. ദൈവമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം വിളിച്ചു എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞത് ഈ ഭദ്രാസനത്തിൻ്റെ മുൻ മെത്രാപ്പോലിത്തായും എൻ്റെ മുൻഗാമിയുമായിരുന്ന അഭിവന്ദനായ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനിയിൽ കൂടെയാണ്. അങ്ങനെ ആ പിതാവ് എബിനെ തിരഞ്ഞെടുത്തു. ചില പ്രായോഗിക പരിശീലനം നൽകി വിദ്യാഭ്യാസം, വൈദിക വിദ്യാഭ്യാസത്തിനായി അയച്ചു. തിരുമേനിയിൽ കൂടെയാണ്, മനുഷ്യരായി ഞങ്ങളെ കൂടെയാണ്. ബട്ട് ഇവഞ്ച്വലി ദ വൊക്കേഷൻ കെയിം ഫ്രം God. We are human or God's instruments to rent out His purpose, His plan and projects. രണ്ടാമത്, God always calls people with limitations and frailties. കുറ്റവും കുറവുമുള്ള ആളുകളെ മാത്രമേ ദൈവം തെരഞ്ഞെടുക്കുന്നുള്ളൂ. ലോകത്തിൽ മുഴുവൻ പോയി ഈ കാര്യത്തെക്കുറിച്ച് അറിയാത്ത അജ്ഞതയിലുള്ളവരെ അറിവ് നൽകി പ്രബോധിപ്പിച്ച് പഠിപ്പിച്ച് ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് വിടുന്ന യേശുതമ്പുരാൻ അതിനുവേണ്ടി അയക്കുന്ന ആളുകളെ മുഴുവൻ പേരും കുറവുള്ളവരാണ്. ലോകം മുഴുവൻ ബ്രാഞ്ചുകളുള്ള ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തലവൻ അതിൽ പ്രവർത്തിക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ കുറവുകളുള്ളവരെ തിരഞ്ഞെടുക്കുമായിരിക്കുമോ? ഇല്ല. വിദ്യാഭ്യാസം കൊണ്ടും കോമ്പീറ്റൻസി കൊണ്ടും യോഗ്യത കൊണ്ടും ഏറ്റവും യോഗ്യരായവരെ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ. എന്നാൽ but it comes to God's matter, He always, the Old Testament as well as the New Testament explicitly says to the world that God chose as His mouthpiece, as His instrument to render out the program of God, only limited beings. But one He calls, there may be some initial declension to accept the vocation, as I told you yesterday evening. പ്രാരംഭത്തിൽ ചിലപ്പോൾ പറയും, മോശയൊക്കെ ദൈവം പ്രത്യേകമായി വിളിച്ചെടുത്തു, രാജ കൊട്ടാരത്തിലുള്ള ആ ഒരു പരിപോഷണത്തിൽ വളർത്തി. പക്ഷെ അവൻ്റെ നാവ്, അവൻ സംസാരിക്കുമ്പോൾ അവൻ വിക്കന, സ്റ്റാമറിങ്. ആ സംസാരം കേൾക്കുമ്പോൾ ആളുകൾ ഇംപ്രസ്ഡ് ആകത്തില്ല. ഒരു മനുഷ്യൻ്റെ മുഖം
മുഖപ്രസന്നത കണ്ടാൽ ഉള്ളത് കഴിഞ്ഞാൽ രണ്ടാമത് ആളിൻ്റെ സംസാരം കൊണ്ട് ആളുകൾ ഇഷ്ടപ്പെടുകയോ അനിഷ്ടരോ ആകുന്നു, അല്ലേ? അപ്പോൾ മോശ തപ്പിത്തടഞ്ഞിങ്ങനെ വരുവാണെങ്കിൽ ഒത്തിരി ആളുകൾ എന്ന് പറഞ്ഞു പോകും, അല്ലേ? അത് മോശയ്ക്ക് തിരിച്ചറിയാവുന്നതുകൊണ്ട് മോശ തന്നെ പറഞ്ഞു, എനിക്ക് ഈ കുറവുള്ളവൾ മറ്റൊരാളിനെ അയക്കണമേ. ദൈവം എന്താ പറഞ്ഞേ? ഞാൻ വിളിച്ചതും ഞാൻ തിരഞ്ഞെടുത്തതും എടുത്തിരിക്കുന്നു. നിന്റെ ഈ കുറവ് ഞാൻ തന്നെ വിളിച്ചിരിക്കാൻ ഞാനത് മാനേജ് ചെയ്തോളാം, മറ്റ് ശക്തനായ ഒരാളിനെ അയച്ചേ.